empowering women in Christ. ഹല്ലേലൂയ. ഷെഖേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രഷില്ല എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ബൈബിളിലെ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളുടെ ജീവിതങ്ങളിലൂടെയുള്ള യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 2 ആഴ്ചകളായി പുതിയ നിയമത്തിലെ പ്രവാചികയായ അന്നയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അന്നയുടെ ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് പകരേണ്ട പാഠങ്ങൾ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. വളരെയേറെ പ്രതിസന്ധികളുടെ മുൻപിലും തളരാതെ വളരെ ധീരതയോടെ ഈ ലോകത്തിൽ നിന്നും വേർപാട് സ്വീകരിച്ച് കർത്താവിനോട് പൂർണ്ണമായും കമ്മിറ്റഡ് ആയ ഒരു ജീവിതം നയിച്ച അന്നപ്രവാചകയെ നമ്മൾ കണ്ടു. തന്റെ പ്രവാചക ദൗത്യം ദേവാലയത്തിൽ ആയിരുന്നുകൊണ്ട് പ്രാർത്ഥനയിൽ മുഴുവൻ സമയവും വ്യാപരിച്ചുകൊണ്ട് നാം ഓരോരുത്തർക്കും ഒരു വെല്ലുവിളിയായി നിൽക്കുന്ന അന്നപ്രവാചകയെ നമ്മൾ കണ്ടു. തന്റെ കർത്താവിന്റെ ആ ഒരു വരവിനെ, ലോകരക്ഷകന്റെ വരവിനെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രതികൂലങ്ങളുടെയും ഒക്കെ മുൻപിൽ ആ ഒരു പ്രത്യാശയിൽ സന്തോഷത്തോടെ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആ പ്രവാചകയെ കുറിച്ച് നമ്മൾ പഠിച്ചു. ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുവാനായി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങണം. ആ കൃപ നമ്മൾ ഓരോരുത്തരും പ്രാപിക്കണം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയിലേക്ക് നമുക്ക് കടന്നു വരാം. സങ്കീർത്തകനായ ദാവീദിന്റെ ഒരു പ്രാർത്ഥന നാം കാണുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ 31-ാം അധ്യായം 19-ാം വാക്യത്തിലാണ് നാം ആ പ്രാർത്ഥന കാണുന്നത്. ദാവീദ് കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. തന്റെ ഭക്തർക്കു വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വെച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. ദാവീദ് രാജാവ് ഏറ്റു പറയുകയാണ്, കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. കർത്താവിന്റെ ഭക്തർക്കു വേണ്ടി അവിടുന്ന് ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഭൗതികമായ അനുഗ്രഹങ്ങൾ മാത്രമല്ല, ആത്മീയമായ അനുഗ്രഹങ്ങൾ അതെത്ര വിപുലമാണെന്ന് അന്നപ്രവാചകയിലൂടെ നമ്മൾ കണ്ടതാണ്. തന്നിൽ അഭയം തേടുന്നവർക്ക് ആ അനുഗ്രഹങ്ങളെ കർത്താവ് പരസ്യമായി നൽകുന്നു എന്നാണ് പരിശുദ്ധ വചനം പറയുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അനുഗ്രഹങ്ങളെ പരസ്യമായി നമുക്ക് നൽകുന്ന സർവശക്തനായ നമ്മുടെ കർത്താവിനെ നമുക്കൊന്നു ചേർന്ന് ആരാധിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയെ സമർപ്പിച്ച് കർത്താവ് നൽകുന്ന ആഹ്വാനങ്ങൾ സ്വീകരിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മുടെ കർത്താവിനെ ഗാനത്തോട് ചേർന്ന് നമുക്ക് പാടി ആരാധിക്കാം, നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, പിതാവേ, ആരാധന. യേശുവേ, യേശുവേ നാഥ, ആരാധന. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, ആരാധന. ആരാധന, ആരാധന. നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആരാധന, ആരാധന. ദൈവമേ, ആരാധന. ആരാധന യേശുവേ, ആരാധന, ആരാധന. ദൈവമേ, ആരാധന. കർത്താവേ, നമുക്ക് ചേർന്ന് പാടാം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഇടയിൽ വ്യാപരിക്കണമേ. ശുശ്രൂഷ ഏറ്റെടുക്കണമേ. കടന്നു വന്നിരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കൂട്ടായ്മയിൽ വ്യാപരിക്കണമേ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, ഈ ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ ഹിതാനുസരണം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ, അതിനായുള്ള കൃപ ലഭിക്കുവാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ പാലകനായ വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങൾ ഈശോയെ മഹത്വപ്പെടുത്തുന്ന കുടുംബങ്ങളായി മാറുവാൻ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്നു മുതൽ നമ്മൾ പഴയ നിയമത്തിൽ നിന്നും ഒരു ശ്രേഷ്ഠ വനിതയെക്കുറിച്ചുള്ള പഠനം ആരംഭിക്കുകയാണ്. പഴയ നിയമത്തിലെ വളരെ ശ്രേഷ്ഠനായ ഒരു പ്രവാചകനും ഒപ്പം പുരോഹിതനും ന്യായാധിപനുമായിരുന്ന സാമുവേലിൻ്റെ അമ്മ ഹന്നയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുവാനായി പോകുന്നത്. ഇതിനു മുൻപ് നമ്മൾ പഠിച്ചത് പുതിയ നിയമത്തിലെ പ്രവാചികയായ അന്നയെക്കുറിച്ചാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് സാമുവേൽ പ്രവാചകന്റെ അമ്മയായ ഹന്നയെക്കുറിച്ചാണ്. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 1ഉം 2ഉം അധ്യായങ്ങളിലാണ് ഈ ഹന്നയെ നമ്മൾ കണ്ടുമുട്ടുന്നത്. ആരായിരുന്നു ഈ ഹന്ന? നമുക്കത് വ്യക്തമാകുന്നത് സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം അതിൽ 1-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്താണ്. ഏൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഏൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു, ഹന്നായും പെനീനായും. ഹന്നായും പെനീനായും. ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഹന്നയുടെ ഭർത്താവിന്റെ പേരായിരുന്നു ഏൽക്കാന. ഏൽക്കാനയ്ക്ക് ഹന്നയെ കൂടാതെ മറ്റൊരു ഭാര്യ കൂടി ഉണ്ടായിരുന്നു. അവളുടെ പേരായിരുന്നു പെനീന. ഇവിടെ 2 ഭാര്യമാർ എന്ന് പറയുമ്പോൾ നമ്മിൽ പലർക്കും അവിടെ ഒരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് പഴയ നിയമകാലത്തിൽ ഇത് അനുവദനീയമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവിന്റെ വരവിന് ശേഷമുള്ള നിലപാട് എന്താണെന്ന് നാം ഓരോരുത്തർക്കും വ്യക്തമായിട്ടറിയാം. സഭാ പഠനങ്ങളും പരിശുദ്ധ ബൈബിളും വ്യക്തമാക്കി തരുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ പഴയ നിയമത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ വായിക്കുകയാണ്, എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു, ഹന്നയും പെനീനയും. ഇതിൽ ഹന്നയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹന്നയുടെ ജീവിതത്തിലൂടെ ഒരു സാധാരണ സ്ത്രീയായിരുന്നു, ഒരു കുടുംബിനിയായിരുന്നു. അവളുടെ ജീവിതത്തിലൂടെ കർത്താവ് എന്താണ് നാം ഓരോരുത്തരോടും സംസാരിക്കുന്നതെന്ന് നമുക്ക് ശ്രദ്ധാപൂർവമായിരിക്കാം. ഇന്ന് നമ്മൾ പഠിക്കുവാനായി പോകുന്നത് ഹന്നയുടെ ജീവിതത്തിൽ അവൾ നേരിട്ട അവളുടെ ആ ഒരു വലിയ പ്രതിസന്ധിയെ, അവളുടെ ജീവിതത്തിൽ ഉണ്ടായ ആ ഒരു വലിയ വിഷമത്തെക്കുറിച്ചാണ്. ആ ഒരു പ്രതിസന്ധിയിൽ ഹന്നയുടെ നിലപാട് എന്തായിരുന്നു, എങ്ങനെയാണ് അവൾ ആ പ്രതിസന്ധിയെ മറികടന്നത്, ഈ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നാം ഓരോരുത്തർക്കും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. അത് പലപ്പോഴും ഏറിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇത്രയും പ്രശ്നങ്ങൾ കർത്താവേ വേറെ ആർക്കും കൊടുക്കരുതേ എന്ന്. മറ്റുള്ളവരുടെ അതിലും വലിയ പ്രശ്നങ്ങൾ കാണുമ്പോഴാണ് ഇത് ഇത്രയുമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുക. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പ്രശ്നങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നമ്മൾ അത് എത്ര വലുതെന്ന് വിചാരിച്ചോട്ടെ, അതിനെക്കുറിച്ച് കർത്താവ് എന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം അവിടെ 10-ാം അധ്യായത്തിൽ 13-ാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത്, മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല.
പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവയെ അതിജീവിക്കുവാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. അവിടുന്ന് നിങ്ങൾക്ക് നൽകും. പരിശുദ്ധ വചനം എത്രമാത്രം ഉറപ്പാ നമുക്ക് നൽകുന്നത്. വിശ്വസ്തനായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന ആ ഒരു പ്രലോഭനങ്ങൾ, പ്രതിസന്ധികൾ, അത് നമ്മുടെ ശക്തിക്ക് അതീതമായത് അനുവദിക്കുകയില്ല എന്നാണ് പരിശുദ്ധ വചനം ഉറപ്പ് നൽകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വലുതായി നിങ്ങൾക്ക് തോന്നുമ്പോൾ കർത്താവ് നിങ്ങളിൽ നിന്ന് അത് മറികടക്കാനായിട്ട് നിങ്ങളെ കർത്താവ് പ്രതീക്ഷിക്കുന്നുണ്ട്. അത്രമാത്രം ഒരു പ്രതീക്ഷ കർത്താവിന് നിങ്ങളോടുണ്ട്. ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ കടന്നു വരിക. നമ്മുടെ ശക്തിക്ക് അതീതമായിട്ട് ഒന്നും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിക്കുകയില്ല. വീണ്ടും ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ജീവിത സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, എത്രമാത്രം പ്രയാസങ്ങൾ ആയിക്കൊള്ളട്ടെ, കർത്താവിനോട് കൂടെയാണെങ്കിൽ, നിന്നെ ശക്തനാക്കുന്ന കർത്താവിനോട് ചേർന്നാണ് നീ നിൽക്കുന്നതെങ്കിൽ എല്ലാം ചെയ്യാൻ കർത്താവ് നിനക്ക് ശക്തി തരും. ഇതാണ് ഹന്നയുടെ ജീവിതത്തിലൂടെ നമ്മൾ കാണുവാനായി പോകുന്നത്. ഹന്നയുടെ ജീവിതത്തിലെ പ്രശ്നം എന്തായിരുന്നു? നമ്മൾക്കത് വ്യക്തമാകുന്നത് സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്താണ്. തിരുവചനം പറയുകയാണ്, ഹന്നയ്ക്കാകട്ടെ മക്കളില്ലായിരുന്നു. നമ്മൾ കണ്ടു, എൽക്കാനയ്ക്ക് 2 ഭാര്യമാരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ പെനീനായ്ക്ക് മക്കൾ ഉണ്ടായിരുന്നു, ഹന്നയ്ക്കാകട്ടെ മക്കളില്ലായിരുന്നു. പഴയ നിയമകാലത്തിൽ ഹന്നയൊക്കെ ആയിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ മക്കളില്ലാതെ ഇരിക്കുക എന്ന് പറയുമ്പോൾ അത് അവരെ സംബന്ധിച്ച് കർത്താവിൻ്റെ എന്തോ ഒരു വലിയ ശാപമായിട്ടാണ് സമൂഹം കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ മക്കളില്ലാതിരിക്കുക എന്നത് ആ വ്യക്തിക്ക് വലിയ അപമാനമായിരുന്നു. ഹന്ന വലിയ വിഷമത്തിലായിരുന്നു. ഈ ഒരു വിഷമത്തിന് പുറമെ വീണ്ടും തിരുവചനം പറയുകയാണ്, 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ, വന്ധ്യത നിമിത്തം അവളുടെ സപത്നി അവളെ വേദനിപ്പിച്ചിരുന്നു. അത്രയും വലിയ ഒരു വിഷമം സ്വയം കൊണ്ടു നടക്കുന്നതിനിടയിൽ കുടുംബത്തിൽ നിന്ന് തന്നെ അവളുടെ സപത്നി എന്ന് പറയുമ്പോൾ പെനീന അവളെ ഒത്തിരിയേറെ വിഷമിപ്പിച്ചിരുന്നു. കളിയാക്കിയും കുത്തുവാക്കുകൾ പറഞ്ഞും പരിഹസിച്ചും അവളെ ഒത്തിരിയേറെ വേദനിപ്പിച്ചിരുന്നു. ഇതിനിടയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഹന്നയ്ക്ക് ഭർത്താവായ എൽക്കാനയിൽ നിന്നും ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒരിക്കലും ഭർത്താവ് അവളെ കുറ്റപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ സമൂഹത്തിൽ നിന്നും കുടുംബത്തിലെ മറ്റ് അംഗങ്ങളിൽ നിന്നും അവൾ നേരിട്ട ഒരു പ്രശ്നം, അത് അവളെ വളരെയേറെ തളർത്തിയിരുന്നു, വിഷമിപ്പിച്ചിരുന്നു. അവൾക്ക് ഒന്നിലും പ്രത്യാശ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അവൾ ഇങ്ങനെ വിഷമിച്ച് മനോവ്യതയിൽ ആണ്ട് നിൽക്കുകയാണ്. തുടർന്ന് 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആണ്ടുതോറും കർത്താവിന്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ അവൾ ഹന്നായെ പ്രകോപിപ്പിച്ചിരുന്നു. അവൾ പെനീന ഹന്നായെ പ്രകോപിപ്പിച്ചിരുന്നു എന്നാണ് പരിശുദ്ധ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അവർ യാത്രയിലായിരിക്കുമ്പോഴും കുടുംബത്തിലായിരിക്കുമ്പോഴും ഒരുമിച്ച് വരുമ്പോഴെല്ലാം ഈ പെനീന ഹന്നായെ കുത്തുവാക്കുകളാൽ പ്രകോപിപ്പിച്ചിരുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മിൽ എത്ര പേർ ഇങ്ങനെ മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ കേട്ട്, കളിയാക്കലുകൾ കേട്ട്, കുത്തുവാക്കുകൾ കേട്ട് വിഷമിച്ചിരിക്കുന്നവരാണ്? കുടുംബത്തിലായിരിക്കുന്നവരിൽ നിന്നാകട്ടെ, ജോലി സ്ഥലങ്ങളിൽ ഉള്ളവരിൽ നിന്നാകട്ടെ, മക്കളിൽ നിന്നാകാം, മാതാപിതാക്കളിൽ നിന്നാകാം, എല്ലാം നമ്മളെ കുത്തുവാക്കുകളാൽ വിഷമിപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്ത കാര്യത്തിനാകണമെന്നില്ല, നമ്മൾ ഉത്തരവാദിത്തത്തിലുള്ള കാര്യത്തിലാവണമെന്നില്ല. പക്ഷേ നമ്മൾക്ക് എല്ലാവർക്കും തന്നെ ആ ഒരു വിഷമം നന്നായിട്ട് അറിയാം. വ്യക്തിപരമായി വലിയൊരു വിഷമത്തിലായിരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടിയാണ് ഈ ഒരു കുത്തുവാക്കുകളുടെ, ഒറ്റപ്പെടുത്തലിൻ്റെ, പരിഹാസത്തിൻ്റെ, പുറത്തേക്ക് ഇറങ്ങിയാലും കുടുംബത്തിലായിരിക്കുമ്പോഴും എല്ലാം ഇങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടിലൂടെ ഹന്ന കടന്നു പോവുകയാണ്. ഇങ്ങനെ വിഷമിക്കുന്ന ഹന്നയെക്കുറിച്ച് തിരുവചനം തുടർന്ന് പറയുകയാണ്. 7-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത്,
അതിനാൽ ഹന്ന കരയുകയും അതിനാൽ ഹന്ന കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു. ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു. നമുക്ക് പലർക്കും വളരെ വ്യക്തിപരമായി വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണിത്. വിഷമിച്ച് സങ്കടപ്പെട്ട് നമ്മൾ ഇരുന്ന് കരയുന്നു, ഭക്ഷണം വേണ്ടാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. അങ്ങനെ തളർന്ന ഒരു അവസ്ഥയിലായിരിക്കുന്ന ഹന്ന എന്താണ് ചെയ്യുന്നത്? അതിൽ അവൾ തകർന്നു പോവുകയാണോ ചെയ്യുന്നത്? അവളുടെ അടുത്ത നിലപാടാണ്, ജീവിതത്തിൽ അവൾ എടുത്ത ആ ഒരു സ്റ്റെപ്പാണ് ഇന്ന് നാം ഓരോരുത്തർക്കും വലിയ പാഠമാകേണ്ടത്. പരിശുദ്ധ വചനം പറയുകയാണ് 10-ാം വാക്യത്തിൽ, അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. ഹന്ന തന്റെ വിഷമത്തിന്റെ പാരമ്യത്തിൽ എവിടേക്കാണ് ഓടിച്ചെല്ലുന്നത്? ആരിലാണ് ആശ്രയം കണ്ടെത്തുന്നത്? സർവശക്തനായ അവളുടെ കർത്താവിന്റെ അടുത്താണ് അവൾ ഇരുന്ന് കരയുന്നത്. കർത്താവിനോടാണ് അവൾ ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ നമുക്ക് സാധിക്കാറുണ്ടോ? നമ്മുടെ വിഷമത്തിൽ തന്നെ നമ്മൾ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണോ ചെയ്യാറ്? എന്നാൽ അതിന് സൊല്യൂഷൻ തരാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തിയായ നമ്മുടെ കർത്താവിലേക്ക് ഓടിച്ചെല്ലാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടോ? ആ ഒരു വിശ്വാസത്തിന്റെ നിലപാടാണ് നാം ഓരോരുത്തരും സ്വീകരിക്കേണ്ടത്. സങ്കീർത്തകൻ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ 34-ാം അധ്യായം 18-ാം വാക്യത്തിൽ സങ്കീർത്തകൻ നമ്മളോട് പറയുകയാണ്, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. സങ്കീർത്തകൻ നമുക്ക് ഉറപ്പ് നൽകുകയാണ്, ഹൃദയം നുറുങ്ങി അവിടുത്തെ വിളിച്ചാൽ, ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചാൽ അവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അവർക്ക് ആവശ്യമായ രക്ഷ കർത്താവ് തന്നെയാണ് നൽകുന്നത്. നമ്മളുടെ പ്രാർത്ഥനകളിൽ ഈ ഒരു ഹൃദയ നുറുക്കം നമ്മൾക്ക് ഉണ്ടാകാറുണ്ടോ? ഇവിടെ ഹന്ന ഹൃദയം നൊന്ത് കർത്താവിനോട് പറയുകയാണ്. പൂർണ്ണ ഹൃദയത്തോടെയാണ് അവൾ കർത്താവിനെ വിളിക്കുന്നത്. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെന്ന പരിശുദ്ധ വചനം നാം ഓരോരുത്തരോടും പറയുന്നേ. വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് സങ്കീർത്തനങ്ങൾ 51-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഉരുകിയ മനസ്സോടെ കർത്താവിന്റെ മുൻപിലേക്ക് എത്തുന്നത് കർത്താവ് വളരെയേറെ സ്വീകരിക്കുന്ന ഒരു കാര്യമാണെന്ന പരിശുദ്ധ വചനം പറയുന്നേ. ഉരുകിയ മനസ്സോടെ നമ്മൾ ആയിരിക്കുമ്പോൾ ലോകത്തിലുള്ള മറ്റാരുടെയും അടുത്തേക്ക് നമ്മൾ ഓടിയത് കൊണ്ട് നമുക്ക് അവിടെ രക്ഷ ലഭിക്കുകയില്ല. മനുഷ്യരിൽ ആശ്രയിക്കാൻ പോകുന്നത് വലിയ അപകടമാണ്. വീണ്ടും 118-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ പരിശുദ്ധ വചനം നമ്മളോട് പറയുകയാണ്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. കർത്താവിലാണ് നമ്മൾ അഭയം തേടേണ്ടത്. കർത്താവിൽ അഭയം തേടിയാലേ നമുക്കൊരു സൊല്യൂഷൻ ഉള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സമാധാനം ലഭിക്കുകയുള്ളൂ. മനുഷ്യരോട് നമ്മൾ നമ്മളുടെ വിഷമങ്ങളും ആവലാതികളും മറ്റുള്ളവരുടെ കുറ്റങ്ങളും ഒക്കെ പറയുന്നതിൽ നിന്നും എന്താണ് നമുക്ക് ലഭിക്കുന്നത്? എന്നാൽ ഉരുകിയ മനസ്സോടെ നുറുങ്ങിയ ഹൃദയത്തോടെ കർത്താവിന്റെ അടുത്തേക്ക് നമ്മൾ ഓടിച്ചെല്ലണം. നമ്മുടെ എന്ത് വലിയ പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, ജീവിതത്തിലെ പ്രതിസന്ധികളായിക്കൊള്ളട്ടെ, മറ്റുള്ളവരുടെ കളിയാക്കലുകൾ, ഒറ്റപ്പെടുത്തലുകൾ, കുറ്റപ്പെടുത്തലുകൾ, ഇതെല്ലാം ആകുമ്പോൾ നമ്മൾ ഓടിച്ചെല്ലേണ്ടത് കർത്താവിന്റെ അടുത്തേക്കാണ്. മനുഷ്യരിൽ ആശ്രയിക്കുന്നത് കൊണ്ട് നമുക്ക് അവിടെ ഒരു സമാധാനം ലഭിക്കുകയില്ല. തുടർന്ന് വീണ്ടും വചനം പറയുകയാണ്, സങ്കീർത്തനങ്ങൾ 55-ാം അധ്യായം 22-ാമത്തെ വാക്യം, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നീ നിന്റെ വിഷമങ്ങളും ഭാരങ്ങളുമായി കർത്താവിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ കർത്താവ് നിന്നെ താങ്ങിക്കൊള്ളും, കർത്താവ് നമ്മെ കരുതിക്കൊള്ളും. ഒരിക്കലും നമ്മുടെ വിശ്വാസ യാത്രയിൽ നമ്മൾ കുലുങ്ങാൻ കർത്താവ് അനുവദിക്കുകയില്ലെന്ന പരിശുദ്ധ വചനം പറയുന്നേ. അങ്ങനെ കർത്താവിന്റെ അടുത്തേക്ക് ഹന്ന ഓടിയെത്തുകയാണ്.
അവിടെ ഇരുന്ന് ഹൃദയം നൊന്ത് കരയുകയാണ്. അപ്പോൾ അവിടെ മറ്റൊരു കാര്യം സംഭവിക്കുകയാ. പ്രധാന പുരോഹിതനായ ഏലി ഹന്ന അവിടെ ഇരുന്ന് ഇങ്ങനെ കരയുന്നത് ശ്രദ്ധിക്കാനിടയാവുകയാണ്. 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ ഏലി അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവൾ ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു. ഹന്ന എങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന പരിശുദ്ധ വചനം പറയുന്നേ? അവൾ ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു. അധരം മാത്രമേ ചലിച്ചിരുന്നുള്ളൂ. ശബ്ദം പുറത്തു വന്നതുമില്ല. അതിനാൽ അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് ഏലിക്ക് തോന്നി. ഓൾറെഡി നല്ല വിഷമത്തോടെ ഇരിക്കുന്ന ഹന്ന വിഷമത്തോടെ ഇരുന്ന് കരയുകയാണ്. അവളുടെ അധരം മാത്രമേ ചലിക്കുന്നുള്ളൂ, ശബ്ദമൊന്നുമില്ല. അപ്പോൾ അവിടേക്ക് കടന്നു വന്ന പ്രധാന പുരോഹിതനായ ഏലി വിചാരിക്കുകയാണ്, അവൾ വന്ന് മദ്യപിച്ചിട്ടിരുന്ന് വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ഹന്നയ്ക്ക് വിഷമത്തിന്റെ അവസ്ഥയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് എത്ര പേർക്ക് ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ നമ്മുടെ ചുറ്റുമുള്ളവരിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, മക്കളിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്നൊക്കെ കുറ്റപ്പെടുത്തലുകൾ ഏൽക്കേണ്ടി വരുമ്പോൾ നമുക്ക് എന്താണ് അനുഭവിക്കാൻ കഴിയുക എന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ തകർന്നു പോകും. ഇവിടെ ഹന്നയ്ക്കും ഇതേ അവസ്ഥയാണ് ഉണ്ടായത്. വിഷമത്തിന്റെ പാരമ്യത്തിൽ അവൾ കർത്താവിനോട് തന്റെ വിഷമം പങ്കുവെക്കുമ്പോൾ ഇങ്ങനെ സത്യമല്ലാത്ത ഒരു കുറ്റപ്പെടുത്തൽ ഏൽക്കേണ്ടി വരികയാണ്. അപ്പോൾ എന്താ സംഭവിച്ചേ? തുടർന്ന് നമ്മൾ വായിക്കുന്നു, ഏലി അവളോട് പറഞ്ഞു, എത്ര നേരം നീ ഉന്മത്തയായിരിക്കും? നിന്റെ ലഹരി അവസാനിപ്പിക്കുക. പ്രധാന പുരോഹിതനായ ഏലി അവളെ വഴക്ക് പറയുകയാണ്, ശകാരിക്കുകയാണ്. അപ്പോഴുള്ള ഹന്നയുടെ ആ ഒരു റിയാക്ഷൻ, ആ ഒരു പ്രതികരണമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു പ്രതികരണമാണ് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതും. വളരെ ശാന്തതയോടെ, എളിമയോടെ ആ ഒരു കുറ്റപ്പെടുത്തലിനെ ഹന്ന വ്യക്തമാക്കി കൊടുക്കുകയാണ്. എന്താണ് പരിശുദ്ധ വചനം പറയുന്നേ? ഹന്ന പ്രതിവചിച്ചു, എന്റെ ഗുരു അങ്ങനെയല്ല, വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ. വീഞ്ഞോ ലഹരി പാനീയമോ ഞാൻ കഴിച്ചിട്ടില്ല. കർത്താവിന്റെ മുൻപിൽ എന്റെ ഹൃദയ വികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു. ഹന്ന വ്യക്തമാക്കി കൊടുക്കുകയാണ്, ഞാൻ കർത്താവിന്റെ മുൻപിൽ എൻ്റെ ഹൃദയ വികാരങ്ങൾ പകരുകയാണ്. അല്ലാതെ എന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പെനീനായെ കുറിച്ച് അവൾ അവിടെ കുറ്റപ്പെടുത്തുന്നില്ല. അവളുടെ വിഷമങ്ങൾ ഒന്നൊന്നായി അവിടെ എണ്ണി നിരത്തുന്നില്ല. അവൾ ഒറ്റ വാക്കിൽ പറയുകയാണ്, വളരെയേറെ മനോവേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ മനോവേദന കർത്താവിനോട് ഞാൻ പകരുകയായിരുന്നു. വളരെ ശാന്തമായി തൻ്റെ കാര്യങ്ങൾ ഹന്ന വ്യക്തമാക്കി കൊടുക്കുന്നതായാണ് നമ്മൾ കാണുന്നത്. എൻ്റെ പ്രിയ സഹോദരിമാരെ, ഈ ഒരു കൃപയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ കർത്താവിലേക്ക് ഓടിപ്പോകുവാൻ, കർത്താവിൻ്റെ മുമ്പിൽ ഹൃദയം നൊന്ത് കരയുവാൻ, ഹൃദയ വികാരങ്ങൾ കർത്താവിന് പകർന്നു നൽകുവാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തെറ്റായ ആരോപണങ്ങൾക്ക് മുൻപിൽ, തെറ്റായ കുറ്റപ്പെടുത്തലുകൾക്ക് മുൻപിൽ, പരിഹാസങ്ങൾക്ക് മുൻപിലൊക്കെ നമ്മൾ എടുക്കേണ്ട നിലപാട് എന്താണെന്നും ഹന്ന നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. തുടർന്ന് ഏലി പുരോഹിതൻ, പ്രധാന പുരോഹിതനായ ഏലി ഹന്നയെ അനുഗ്രഹിക്കുകയാണ്. അവളുടെ ആ അഭിലാഷം, കർത്താവിന്റെ മുൻപിൽ അവൾ അർപ്പിച്ച പ്രാർത്ഥന നിറവേറപ്പെടട്ടെ എന്ന് അനുഗ്രഹിക്കുകയാണ്. ആ ഒരു ഭാഗത്തിന്റെ അവസാനത്തിൽ നമ്മൾ ഒരു വചനം കാണുന്നുണ്ട്. 1-ാം അധ്യായം 18-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുകയാണ്, അനന്തരം അവൾ പോയി ഭക്ഷണം കഴിച്ചു. പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. 7-ാം വാക്യത്തിൽ നമ്മൾ ആരംഭത്തിൽ കണ്ടതാണ്, അവൾ കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തുവെന്ന്. കർത്താവിന്റെ മുൻപിൽ തൻ്റെ പ്രാർത്ഥനകൾ അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഹന്ന എന്താ ചെയ്യുന്നത്?
അവൾ പോയി ഭക്ഷണം കഴിച്ചു എന്ന പരിശുദ്ധ വചനം പറയുന്നേ. അതിന്റെ അർത്ഥം എന്താ? തന്റെ പ്രാർത്ഥന കർത്താവിന്റെ മുൻപിൽ അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവൾ കർത്താവ് അത് ഏറ്റെടുത്തു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു കഴിഞ്ഞു എന്നവൾ വിശ്വസിക്കുകയാണ്. പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല എന്ന പരിശുദ്ധ വചനം പറയുന്നേ. പ്രാർത്ഥനയിൽ ഈ ഒരു വിശ്വാസം നമ്മൾക്കുണ്ടാകണം പ്രിയ സഹോദരിമാരെ. കർത്താവിന്റെ മുൻപിൽ നമ്മൾ പ്രാർത്ഥനകൾ അർപ്പിച്ചു കഴിയുമ്പോൾ ഈ ഒരു പ്രത്യാശയിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കണം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഹന്നയുടെ ജീവിതത്തിലൂടെ കർത്താവ് നമ്മൾ ഓരോരുത്തരോടും പറഞ്ഞ ഈ കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് മുൻപിൽ നമ്മൾ നിലപാടുകൾ എടുക്കണം എന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും സ്വന്തമാക്കാനായി നമുക്ക് ശ്രമിക്കാം. അതിനായി പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്ന് പഠിപ്പിച്ച ഈ കാര്യങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഏറ്റെടുക്കുവാൻ, നമ്മുടെ ജീവിതങ്ങളിൽ പ്രാവർത്തികമാക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞ് ഹന്നയുടെ ജീവിതത്തിലൂടെ നമുക്ക് നൽകിയ പാഠങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട കർത്താവിനെ നമുക്കൊന്ന് ചേർന്ന് നാം ആയിരിക്കുന്ന നമ്മുടെ കുടുംബത്തിലിരുന്ന് പാടി സ്തുതിക്കാനായി നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് സന്തോഷത്തോടെ നമ്മുടെ കർത്താവിനെ പാടി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന യേശോയേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. ചേർന്ന് പാടാം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിശ്ചയം, അതു നിശ്ചയം. പറഞ്ഞവൻ മാറുന്നില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാഗ്ദത്തം തന്നവനാകലുകില്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, വാക്ക് പറഞ്ഞ കർത്താവ് ഒരിക്കലും അതിൽ നിന്ന് മാറുകയില്ലെന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവേ, ഞങ്ങളത് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് അടുത്ത ആഴ്ച ഹന്നയിലൂടെ തന്നെ കർത്താവ് നൽകുന്ന കൂടുതൽ പാഠങ്ങൾക്കായിട്ട് നമുക്ക് ഒരുമിച്ച് വരാം. അനേകരോട് നിങ്ങൾ ഇനിയും പറയുക, ഈ ഒരു ശുശ്രൂഷയിൽ ഒരുമിച്ച് കൂട്ടായ്മയോടെ ആയിരിക്കുവാനായി നമുക്ക് പരിശ്രമിക്കാം. നിങ്ങളുടെ ആവശ്യങ്ങൾ, പ്രാർത്ഥനാ നിയോഗങ്ങൾ, അഭിപ്രായങ്ങൾ, ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ, കിട്ടുന്ന ബോധ്യങ്ങൾ, ഇതെല്ലാം ഞങ്ങളെ അറിയിക്കുക. ഒപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഷെക്കേന ടീമിന് വേണ്ടി, ഷെക്കേന ന്യൂസിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652. Empowering women in Christ.